താരസംഘടന അമ്മയുടെ ആദ്യ നിർവാഹക സമിതി യോഗം കൊച്ചിയിൽ ചേർന്നു. നടി ജോ മോളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പുതിയ വനിതാ ഭാരവാഹിയായി യോഗം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടൻ രമേശ് പിഷാരടി ഉന്നയിച്ച വിഷയം അവസാനിച്ചതായും വിഷയം പരിഹരിക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി അടക്കം ആലോചിക്കുമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെന്നും അത് സംഘടനയെ ബാധിക്കുന്നതല്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. നടൻ സത്യന്റെ മകന് അമ്മ അംഗത്വം നൽകുന്നതിൽ തടസ്സമില്ലെന്നും അതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മറുപടിയായി സംഘടന അറിയിച്ചു. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ബാക്കി അസോസിയേഷനിലെ ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് എന്താണ് അവർക്കുള്ള പറയാനുള്ളതെന്നൊക്കെ അറിയാനുള്ള കാര്യങ്ങളാണ് ബേസിക്കലി. പിന്നെ 2-3 ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒരു വനിതാ മെമ്പറെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏറ്റെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ നമ്മൾ അധികാരപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ വനിതാ മെമ്പറെ ഞങ്ങൾ ഇന്ന് ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. ജോമോളാണ് ആ വനിതാ മെമ്പർ. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ 3 പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകകണ്ഠേന തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഈ നമ്മൾ കൈനീട്ടം കൊടുക്കുന്നത് കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് പേർ കൂടെ കൈനീട്ടം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അഡ്വക്കേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ പുതിയ നോംസ് ഉണ്ടാവും. അടുത്ത ഇലക്ഷനൊക്കെ അത്തരത്തിലുള്ള ഒരു പരാതി വരാത്ത രീതിയിൽ നോംസ് ഉണ്ടാവും. കാരണം വനിതകൾക്ക് വേണ്ടിയുള്ള സംവരണം, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സരം ഇല്ലെങ്കിൽ അവർ ഐകകണ്ഠേന 4 പേരെ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക മത്സരം ഉണ്ടാവും.